നമസ്കാരം. എല്ലാവർക്കും ദൈവീകത്തിലേക്ക് സ്വാഗതം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എടുത്തുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും അത് അത്ഭുതകരമായി സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്, അല്ലേ? എന്നാൽ ഇത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ആകർഷണ നിയമവും ജലത്തിന്റെ ആത്മീയോർജ്ജവും ഒത്തുചേരുന്ന അതിശക്തമായ ഒരു പ്രപഞ്ചരഹസ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായി പല വഴികൾ തേടാറുണ്ട്. പലതരത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വെള്ളത്തിന് നമ്മുടെ ജീവിതത്തെ മൊത്തമായി മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ഓർമ്മശക്തി കൂടിയുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ ഉദ്ബോധമനസ്സിനെ ഉണർത്താനും അതിലൂടെ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും സാധിക്കുന്ന ആ രഹസ്യവിദ്യയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നാളുകളായി നടക്കാതെ കിടക്കുന്ന നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ പോലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടിയെത്തുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ജീവനുള്ളതും എന്നാൽ നമ്മൾ ഏറ്റവും സാധാരണമായി കാണുന്നതുമായ ഒരു മൂലകമാണ് ജലം. ആത്മീയശാസ്ത്രപ്രകാരം വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്: വെള്ളത്തിന് നമ്മൾ നൽകുന്ന ചിന്തകളെയും വാക്കുകളെയും പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് അതിന്റെ ആത്മീയ ഘടന മാറ്റാനുമുള്ള ഒരു പ്രത്യേക ദിവ്യശക്തിയുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് മുന്നിലിരുന്ന് എന്ത് ചിന്തിക്കുന്നോ, അല്ലെങ്കിൽ ആ വെള്ളത്തോട് എന്ത് സംസാരിക്കുന്നോ, ആ ഊർജ്ജത്തെ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ മാധ്യമം പോലെ ജലം പൂർണ്ണമായി വലിച്ചെടുക്കും. ഇതിനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രാത്രിസമയമാണ്. രാത്രിസമയമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഊർജ്ജവ്യതിയാനങ്ങൾ ഏറ്റവും ശാന്തമായിരിക്കുന്നതും നമ്മുടെ ഉദ്ബോധമനസ് അതിന്റെ പരമാവധി സജീവതയിലേക്ക് കടക്കുന്നതുമായ ഒരു സവിശേഷ സമയമാണ്. ഈ നിശബ്ദമായ യാമങ്ങളിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളമെടുത്ത് നിങ്ങളുടെ രണ്ടു കൈകളിലും ചേർത്ത് പിടിക്കുക. ചെമ്പുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ ചില്ലുകൊണ്ടുള്ളതോ ആയ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഗുണം ഇരട്ടിയാക്കും. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകളടച്ച് മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ വലിയൊരു സാമ്പത്തിക ബാധ്യത തീരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു പദവി ലഭിക്കുന്നതാകാം, സ്വന്തമായി ഒരു മനോഹരമായ വീട് നിർമ്മിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളരെ നാളുകളായി നിലനിൽക്കുന്ന അശാന്തി മാറി സ്നേഹം തിരിച്ചുവരുന്നതാകാം. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായും സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം മനസ്സിൽ വിചാരിക്കാൻ. ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തും ഉണ്ടാകുന്ന ആ വലിയ സന്തോഷവും ആനന്ദവും നിങ്ങളുടെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ആ കൃതജ്ഞതയും പോസിറ്റീവ് ചിന്തകളും നിങ്ങളുടെ കൈപ്പത്തികളിലൂടെ ഒരു വൈദ്യുത തരംഗം പോലെ ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് പകരുന്ന പോലെ ചിന്തിക്കുക. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ആ ആഗ്രഹത്തിന്റെ തരംഗങ്ങൾ ആ വെള്ളത്തിലേക്ക് കടത്തിവിട്ടതിനു ശേഷം ഈ ഗ്ലാസ് വെള്ളം നിങ്ങളുടെ തലയ്ക്കിൽ, അതായത് നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലിന്റെ തൊട്ടടുത്ത് ഒരു മേശപ്പുറത്തോ ജനൽപ്പടിയിലോ അതല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു പ്രത്യേക കോണിലോ മൂടിവെക്കാതെ സൂക്ഷിക്കുക. രാത്രി മുഴുവൻ ഈ വെള്ളം നിങ്ങളുടെ തലയ്ക്കിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ആഗ്രഹങ്ങളുടെ അതിസൂക്ഷ്മമായ ആത്മീയ തരംഗങ്ങളെ ഈ ജലം നിരന്തരം ആവാഹിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കിടപ്പുമുറിയിലുള്ള എല്ലാവിധ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും ദോഷങ്ങളെയും വലിച്ചെടുക്കാനും ഈ ജലത്തിന് സവിശേഷമായ ഒരു കഴിവുണ്ട്. നമ്മൾ പകൽ സമയം മുഴുവൻ പുറത്തുപോകുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ദേഷ്യം, അസൂയ, കണ്ണീർ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ കിടപ്പുമുറിയിലെ അന്തരീക്ഷത്തിലും തങ്ങി നിൽക്കാറുണ്ട്. ഇത് പലപ്പോഴും രാത്രിയിൽ നമുക്ക് അസ്വസ്ഥമായ സ്വപ്നങ്ങൾ കാണാനും ഉറക്കം തടസ്സപ്പെടാനും കാരണമാകും. രാത്രി മുഴുവൻ നിങ്ങളുടെ തലയ്ക്കിൽ ഇരിക്കുന്ന ഈ വിശുദ്ധ ജലം ആ നെഗറ്റീവ് തരംഗങ്ങളെ മുഴുവൻ ഒരു കാന്തം പോലെ തന്നിലേക്ക് ആഗിരണം ചെയ്യുകയും നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ഒരു പോസിറ്റീവ് കാന്തിക വലയം തീർക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ പ്രക്രിയ ചെയ്യുമ്പോൾ കിടപ്പുമുറിയിൽ മറ്റു വഴക്കുകളോ നെഗറ്റീവ് സംസാരങ്ങളോ പാടില്ല എന്ന് പറയുന്നത്. പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് രാത്രി മുഴുവൻ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജം സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞു പുഞ്ചിരിക്കുക എന്നതാണ്. പ്രപഞ്ചം എന്റെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നു എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെയും കൃതജ്ഞതയോടെയും ആ വെള്ളത്തിലെ പകുതി ഭാഗം നിങ്ങൾ കുടിക്കുക. ഇത് വെറുമൊരു കുടിയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കലാണ്. ബാക്കി വരുന്ന പകുതി വെള്ളം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും പൂച്ചെടികളുടെയോ വലിയ മരങ്ങളുടെയോ ചുവട്ടിലോ ഒഴിക്കുക, അല്ലെങ്കിൽ ആരും പൊതുവെ ചവിട്ടാത്ത ശുദ്ധമായ ഒരു സ്ഥലത്തോ ഒഴിച്ചു കളയുക. കാരണം രാത്രിയിലെ നെഗറ്റീവ് ഊർജ്ജത്തിന്റെ ഒരു ഭാഗം കൂടി അതിലുള്ളതിനാൽ അത് പൂർണ്ണമായി കുടിക്കാൻ പാടില്ല. രാവിലെ തന്നെ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളുടെ ശുദ്ധമായ ഊർജ്ജം നിറഞ്ഞ ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് നിങ്ങളുടെ ആത്മീയ ചക്രങ്ങളെ ഉണർത്തുകയും
ദിവസം മുഴുവൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന മനോഹരമായ സാഹചര്യങ്ങളും അനുകൂലമായ വ്യക്തികളെയും പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ആവൃത്തിയും വികാരങ്ങളുമാണ് എന്നതാണ്. പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് ഇരട്ടിയായി തിരിച്ചു തരും. പക്ഷേ പലപ്പോഴും പകൽ സമയങ്ങളിൽ നമ്മൾ മറ്റ് അനേകം ജീവിതാവശ്യങ്ങളിൽ വ്യാപൃതരായതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കാൻ സാധിക്കാറില്ല. പലതരത്തിലുള്ള ചിന്താക്കുഴപ്പങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ആ 10 മിനിറ്റും ഉറങ്ങി എഴുന്നേൽക്കുന്ന ആദ്യത്തെ 10 മിനിറ്റും നമ്മുടെ ഉദ്ബോധമനസ് ബാഹ്യലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നും മാറി പ്രപഞ്ചത്തിന്റെ ചൈതന്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സുവർണ സമയമാണ്. ഈ സമയത്ത് നമ്മൾ ജലത്തിലൂടെ നൽകുന്ന അഫർമേഷനുകൾ അഥവാ പോസിറ്റീവ് കൽപ്പനകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം സ്വീകരിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തുറക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഭയമോ സംശയമോ ദാരിദ്ര്യചിന്തകളോ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. എനിക്ക് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ കടം കാരണം ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വെള്ളം വെച്ചാൽ ആ നെഗറ്റീവ് ഊർജ്ജമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുക. അതിനുപകരം എന്റെ ജീവിതം വളരെ മനോഹരമാണ്, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രപഞ്ചം മാറ്റിത്തന്നിരിക്കുന്നു, ഞാൻ വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞു, ഐശ്വര്യവും സമൃദ്ധിയും എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച ദൈവവിശ്വാസത്തോടെയും പോസിറ്റീവ് ചിന്തയോടെയും മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് തുടർച്ചയായി 21 ദിവസം ഒരേ വിശ്വാസത്തോടെയും ഒരേ സമയത്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ആത്മീയ നിയമങ്ങൾ പ്രകാരം ഏതൊരു പുതിയ ശീലവും പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാനും നമ്മുടെ ഉദ്ബോധമനസ് അതിനെ പൂർണ്ണമായി സ്വീകരിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാനും കുറഞ്ഞത് 21 ദിവസത്തെ തുടർച്ചയായ പരിശീലനം ആവശ്യമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. അനാവശ്യമായ ഭയങ്ങളും സങ്കടങ്ങളും മാറി മനസ്സിന് വലിയൊരു ആത്മവിശ്വാസവും ശാന്തതയും ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കുന്ന പുതിയ വ്യക്തികളോ വിചാരിക്കാത്ത വഴിയിലൂടെയുള്ള പുതിയ തൊഴിൽ അവസരങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന വലിയൊരു സാമ്പത്തിക സഹായമോ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. തടസ്സങ്ങൾ ഓരോന്നായി വഴിമാറുന്നത് നിങ്ങൾക്ക് കാണാം. പ്രപഞ്ചം എപ്പോഴും നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തിലൂടെയാണ്. ആ ഊർജ്ജത്തെ ഏറ്റവും വേഗതയിലും തീവ്രതയിലും കടത്തിവിടാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ആത്മീയ മാധ്യമമാണ് ജലം. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ തന്നെ പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തലയ്ക്കിൽ വെക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സാധിക്കും എന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.